തട്ടുകടയിലൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല മൊരിഞ്ഞ നെയ്പ്പത്തിലെങ്ങനെ വീട്ടിലുണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് നമ്മുടെ ചോറിൻ്റെ അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതേത് റൈസ് ആയാലും കുഴപ്പമില്ല. ചോറിനത് പുഴുങ്ങലരി അതെടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ ഊറ്റി മാറ്റി വെച്ചാണ് കേട്ടോ. അത് രാവിലെ കുതിർത്തിട്ട് രാത്രി അരക്കുക, അതല്ലെങ്കിൽ രാത്രി കുതിർത്തിട്ട് രാവിലെ അരക്കാം. കാരണം അറ്റ്ലീസ്റ്റ് ഒരു 8 hours നമുക്ക് വേണം. എന്നിട്ട് അത് നമ്മുടെ മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് 1 കപ്പ് തേങ്ങ, അതുപോലെ തന്നെ ഉള്ളി, അതായത് സവാള. നമ്മൾ വലിയൊരു ഉള്ളി എടുത്തെങ്കിൽ അതിൻ്റെ ഹാഫ് മതി, ചെറുതാണെങ്കിൽ ഫുള്ളായിട്ട് തന്നെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി വലിയ ജീരകം ചേർത്ത് കൊടുക്കുക. വലിയ ജീരകം ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. കാരണം നമുക്ക് തരിതരി വേണം. ഇതേപോലെയാണ് നമുക്ക് വേണ്ടത്, തരിതരി പോലെ വേണം. എന്നാൽ മാത്രമേ നമുക്ക് തട്ടുകടയിലുള്ള സ്റ്റൈലിൽ കിട്ടുള്ളൂ. അതുകൊണ്ടാണ്. ഇനി ഇതിനെ നമ്മൾ ഒന്ന് കുഴച്ചിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പത്തൽപ്പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മളിതിനെ കുഴച്ചെടുക്കുക കേട്ടോ. നന്നായി കുഴച്ചിട്ട് നമുക്ക് എത്രയാണോ വേണ്ടത് അതേപോലെ തന്നെ നമ്മൾ പൊടി ചേർത്തിട്ട് കുഴച്ചെടുക്കുക. നല്ല കട്ടിയും വേണ്ട, നല്ല വെള്ളമായിട്ടും കിട്ടരുത്. ഒരു നോർമലായിട്ട് തന്നെ ഇതിനെ കുഴച്ചെടുക്കുക കേട്ടോ. നമുക്കിത് ചിക്കൻ വറവ്, ചിക്കൻ കറി, അതുപോലെ തന്നെ ബീഫ് കറി, മട്ടൻ കറി, ഏത് കറീൻ്റെ കൂടെ ആയാലും നമുക്ക് നെയ്പ്പത്തിൽ നല്ല കോമ്പിനേഷനാണ്. അത് കഴിക്കുമ്പം ചൂടോടുകൂടി കഴിക്കുമ്പം ഒരു പ്രത്യേകം ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ അത് നന്നായി കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നല്ല മണമൊക്കെ വരും. ഇനി നമ്മൾ ചെറിയ ബോൾസാക്കി എടുക്കാം. ഇതേപോലത്തെ ബോൾസാക്കി എടുക്കാം. എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നെങ്കിൽ കൈയോട് നമ്മൾ ഇതുപോലെ പരത്തിയെടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ പത്തലിൻ്റെ പ്രസ്സിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല നേർത്ത് ചെയ്യരുത്, കുറച്ച് കട്ടിയോട് കൂടി തന്നെ ചെയ്യുക. എന്നിട്ട് നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് തിരിച്ചും മറിച്ചിട്ട് എടുത്താൽ നമ്മുടെ നെയ്പ്പത്തിൽ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് രാത്രിയായാലും പകലായാലും ഏത് ടൈമിനായാലും നിങ്ങൾക്ക് ഇതുണ്ടാക്കി കഴിക്കാം. അത്രയ്ക്കും സൂപ്പറാണ്. വെളിച്ചെണ്ണയിൽ നെയ്പ്പത്തിൽ ചുടുന്നെങ്കിൽ ഒരു പ്രത്യേകം മണം കൂടി ഉണ്ടാവും. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. സൺഫ്ലവർ ഓയിലാണോ തേങ്ങയിലാണോ ചുടുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളനുസരിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ നെയ്പ്പത്തിൽ നല്ല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണവും നല്ല മൊരിഞ്ഞിട്ടും നമ്മുടെ നെയ്പ്പത്തിൽ തട്ടുകടയിൽ കിട്ടുന്ന പോലെ മുകളിൽ നല്ല തരി പോലെയൊക്കെ ആയിട്ട് നമ്മുടെ നെയ്പ്പത്തിൽ അടിപൊളിയായിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ സ്റ്റേ ട്യൂൺ വിത്ത് F35.